ഭരതനായി കാസർഗോഡെത്തിയ നാടിന്റെ ഹൃദയം കീഴടക്കുകയാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രചരണ രംഗത്ത് സജീവമായ അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വോട്ട് പിടിച്ച് മുന്നേറുകയാണ്. ഇടഞ്ഞുനിന്ന സുബൈറായും ഉണ്ണിത്താനു വേണ്ടി ഇപ്പോൾ സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇതിനിടെ കാസർഗോഡ് DCC അധ്യക്ഷൻ ഹക്കീം കുന്നിലുമായുണ്ടായ ഭിന്നതകളും നീക്കി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മധ്യസ്ഥതയിൽ താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയായിരുന്നു. കാഞ്ഞങ്ങാട് DCC ഭാരവാഹികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് രമേശ് ചെന്നിത്തല നിർദ്ദേശവും നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ സ്ഥാനത്ത് നിന്നും DCC പ്രസിഡന്റിനെ മാറ്റി UDF ജില്ലാ കൺവീനർ A. ഗോവിന്ദൻ നായർക്ക് ചുമതല നൽകി. ഹക്കീമുമായി പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് DCC അധ്യക്ഷനെ താൽക്കാലികമായി മാറ്റിയത്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളും നഗരങ്ങളും സന്ദർശിച്ച് വോട്ട് തേടുകയാണ് ഉണ്ണിത്താൻ. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവെന്ന വികാരമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളും പങ്കുവയ്ക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് മുഖ്യമായും UDF സ്ഥാനാർത്ഥി ചർച്ചാ വിഷയമാക്കുന്നത്. അതിനിടെ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹക്കീം കുന്നിലുമായുള്ള അഭിപ്രായ വ്യത്യാസം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുകയായിരുന്നു. ജില്ലയിലെ കോൺഗ്രസ് UDF നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ച ഉണ്ണിത്താൻ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ മികച്ച രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുന്നത്. കൊലപാതക രാഷ്ട്രീയം CPMകാർ കുലത്തൊഴിലാക്കി മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് CPMന്റെ കണ്ണൂർ ലോബിയുടെ കരാള ഹസ്തമാണ്. CPMനെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 1000 ദിവസം തികയ്ക്കുമ്പോഴേക്കും 22 പേർ സംസ്ഥാനത്ത് കൊല ചെയ്യപ്പെട്ടു. അതിൽ 18 പേരെ കൊന്നത് CPMകാരാണെന്ന് സർക്കാരിന്റെ കണക്കുകൾ തന്നെ പറയുന്നു. ആരോപണങ്ങളുടെ കെട്ടഴിച്ച് CPMന് ഇനി മാപ്പില്ലെന്നും വോട്ടില്ല എന്നും ഉണ്ണിത്താൻ പലയിടത്തും പറയുന്നു. ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അരിയൽ ഗ്രാമത്തിലെത്തിയപ്പോൾ നാട്ടുകാർക്ക് കൗതുകമായി. UDF പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഒപ്പം സെൽഫി എടുക്കാനുള്ള തിരക്കായിരുന്നു പിന്നീട്. എല്ലാവർക്കും അതിനുള്ള അവസരവും ഉണ്ണിത്താൻ നൽകി. ഗ്രാമത്തിലെ ഊടുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും അദ്ദേഹം ഊർജ്ജസ്വലനായിരുന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഒപ്പമുള്ളവരോട് കുശലം പറഞ്ഞും രാഷ്ട്രീയ സ്വഭാവം മനസ്സിലാക്കാനും അദ്ദേഹം മറന്നില്ല. ചാനൽ ചർച്ചകളിൽ പൊട്ടിത്തെറിക്കുന്ന രാജ്മോഹനെ അല്ല, മറിച്ച് വിനയാന്വിതനായി വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥിയായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാറുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള പ്രചരണ തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നത്. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതകവും മട്ടന്നൂരിലെ ഷുഹൈബ് വധവും അരിയിൽ ഷുക്കൂർ കൊലപാതകവും എല്ലാം എതിരാളികളുടെ വായടപ്പിക്കുന്ന രീതി രാജ്മോഹൻ ഉണ്ണിത്താൻ അവതരിപ്പിക്കുന്നു.